ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹാബത്തിഹി വമൻവാലാ വബഅദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദ്. നമ്മൾ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിത പങ്കാളികളാക്കാൻ അനുവദിച്ച സ്ത്രീകളാണ്. അവർ 4 വിഭാഗം ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹർ നൽകി നിക്കാഹ് ചെയ്ത നിലവിലെ ഭാര്യമാരുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരായി തുടർത്താം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടിമകളായിട്ടുള്ള മിൽക്കി യമീനുകളെ ഭാര്യമാരായിട്ട് തുടർത്താം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്ത ബന്ധുക്കൾ ആയിട്ടുള്ള വിവാഹം അനുവദനീയമായ സ്ത്രീകൾ, അതാണ് ബനാത്തുൽ അമ്മും ബനാത്തുൽ അമ്മാത്തും ബനാത്തുൽ ഖാലും ബനാത്തുൽ ഖാലാത്തും. പിതൃ സഹോദരിമാരുടെ മക്കൾ. പിന്നെ ഏതെങ്കിലും വിശ്വാസിനിയായ സ്ത്രീകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ജീവിത പങ്കാളിയാക്കി നിക്കാഹ് ചെയ്ത് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഗണത്തിൽപ്പെട്ട സ്ത്രീകളെയും റസൂലുള്ളാഹിക്ക് അനുവദിച്ചു. നമ്മൾ പറഞ്ഞു, ഈ ഗണത്തിൽ നിന്ന് ഒരു സ്ത്രീയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല, തൻ്റെ ജീവിത പങ്കാളിയാക്കിയിട്ടില്ല. ബനാത്തുൽ അമ്മാത്തിൽ, അമ്മായിമാരുടെ മക്കളിൽ സൈനബ് ബിന്ത് ജാഷിൻ റസൂലുള്ളാഹി കല്യാണം കഴിച്ച് ഈ ആയത്തിറങ്ങിയതിന് മുമ്പാണ്. പക്ഷേ ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഈ 4 വിഭാഗത്തിൽപ്പെട്ട ഒരു മഹദിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അനുവദിച്ചിട്ടും എന്ത് ചെയ്തിട്ടില്ല. അത് അനുവദിച്ച കേസാണ്, നിർബന്ധിച്ചതോ അള്ളാഹു കൽപ്പിച്ചതായ കേസല്ല, അനുവദിച്ച കേസാണ്. അതുകൊണ്ട് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കല്യാണം കഴിച്ചില്ല. പറയുമ്പോൾ ആളുകൾ ആഗ്രഹിച്ചിരുന്നൊരു വിഷയമാണ് റസൂലുള്ളാഹി കല്യാണം കഴിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ വാഹിബാത്ത്, റസൂലുള്ളാഹി എന്നെ ജീവിത സഖിയാക്കിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പറഞ്ഞ സ്ത്രീകളുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പോലും വിവാഹം കഴിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ വിരക്തനായിട്ട് ജീവിക്കുകയാണ് ഉണ്ടായത്. തുടങ്ങിയിട്ടുള്ള വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനെ തുടർത്തി അള്ളാഹു പറയുന്ന വിഷയം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആയത്. തുർജി മൻ തശാഉ മിൻഹുൻ വതുവി ഇലൈക മൻ തശാ വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهن والله يعلم ما في قلوبكم وكان الله عليما حليما. ഇതിൽ ഈ ആയത്ത് തുർജി മൻ തശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ്, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ. മൻ തശാ എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന, നീ ഉദ്ദേശിക്കുന്ന, താങ്കൾ ഉദ്ദേശിക്കുന്ന. തശാ ഉദ്ദേശിക്കുന്നു, താങ്കൾ ഉദ്ദേശിക്കുന്നു. മൻ തശാ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ. തുർജി അലൈഹിസ്സലാം, തുർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജ യുർജി ഇർജ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക, വെടിഞ്ഞ് നിൽക്കുക, മാറ്റി നിർത്തുക, അതാണ് അർജ യുർജി. അതിൽ നിന്നുള്ള അതാണ് ക്രിയ. ഇർജ കേട്ടണ എന്താ ഇർജ? അറിയപ്പെട്ടൊരു ഇർജ ഉണ്ടല്ലോ, റജ ആണ് പ്രതീക്ഷ. അർജ യുർജി ഇർജ. അർജി വ അഖാഉ വ അർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ യഅ്തൂക ബികുല്ലി സാഹിരിൻ അലീം, അല്ലെങ്കിൽ ബികുല്ലി സഹാരിൻ അലീം എന്നൊക്കെ പറയല്ലേ. അർജി വ അഖാഹു എവിടെയാണ്? അർജി വ അഖാഉ വ അർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ യഅ്തൂക ബികുല്ലി സാഹിരിൻ അലീം. ആ ഷുറായിൽ, സൂറത്ത് അറാഫിൽ പലയിടത്തും ഉണ്ട്. കാരണം എന്താ, ആരെ വിഷയ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ ഫിറഔനോട് പറഞ്ഞില്ലേ, മരണക്കാരുടെ വിഷയം. ഫിറഔന് മൂസനോട് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് മരണക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, അവിടെയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയായിട്ട് നിൽക്കുകയാണ്, മറ്റോല് കയറും വടിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഉള്ള ആ സംഭവം ഉണ്ടല്ലോ, അതിനെ പുരസ്കരിച്ചാണ് പറയണത്. അർജി വ അഖാഹു വാർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ. ഫിർഔൻ്റെ മല ഉണ്ടല്ലോ, പ്രമാണിമാർ, അവർ പറയാണ് ഫിർഔനോട് കുറച്ചു നേരം മാറ്റി നിർത്താൻ പറയണം, വിട്ടു നിർത്താൻ പറയണം. ആരെ? മൂസയെയും ഹാറൂനെയും. എന്നിട്ട്
പിന്നെ മൂസ അലൈഹിസ്സലാം ആദ്യം വടിയിട്ട് കാണിച്ചു കൊടുത്തല്ലോ, അപ്പോൾ പാമ്പായി കഴിഞ്ഞല്ലോ, പാമ്പായി കഴിഞ്ഞു. അപ്പോൾ ഫിറൗൻ ആകാന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാണ് തിരക്ക് കൂട്ടണ്ട, അർജി അഹ മൂസയെയും സഹോദരൻ ആറൂനെയും മാറ്റി നിർത്തി വാർസിൽ ഫിൽ മദായിനി ഹാഷിരി, നമുക്കൊണ്ട് മാരണക്കാർ ഒലക്ക പട്ടണത്തിൽ പറഞ്ഞയച്ചിട്ട് എല്ലാം മാരണക്കാരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പിന്നെയാണ് ആ സംഭവം നടന്നത്. അല്ലാക്കുല്ലി അതാണ് ഇർജ എന്ന് പറഞ്ഞാൽ അതാണ് മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക. ഇത് അഖീദയിൽ പ്രധാനപ്പെട്ട വിഷയമല്ലേ അല്ലെ ഇർജ, മുർജിയാക്കൾ. മുർജിയ ഇതിന്നാണ് വരുന്നത്. കർമ്മങ്ങളെ പിന്നെ ഈമാനിൽ നിന്ന് മാറ്റിയ, അതാണ് പിന്നെ മുർജിയ കക്ഷിയുടെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാ. മുർജിയ കക്ഷി ഭയങ്കര അപകടകാരികളാണ്. അവരുടെ നിർവചനങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അഹ്ലു സുന്നത്തിൻ്റെ അഖീദയിൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൽബ് കൊണ്ട് വിശ്വസിക്കലും നാവ് കൊണ്ട് മൊഴിയലും പിന്നെ കർമ്മങ്ങൾ കൊണ്ട് സത്യപ്പെടുത്തലുമാണ്. വിശ്വാസം വേണം, മൊഴിയൽ വേണം, അമൽ വേണം. ഇത് മൂന്നും കൂടിയിട്ടാണ് എന്ത് അഹ്ലു സുന്നയുടെ അടുക്കൽ യസീദു ബി തആത്തിർ റഹ്മാൻ വയൻഖുസു ബി മഅസിയത്തി ശൈത്താൻ. 5 നൂനാണ്, 5 നൂൻ. ഒന്ന് ഈ തസ്ദീഖും ബിൽ ജിനാൻ, കൽബ് കൊണ്ട് സത്യപ്പെടുത്തണം. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് മൊഴിയണം. വഅമലും ബിൽ അർക്കാൻ, പ്രവൃത്തിയിൽ തെളിയണം. അപ്പോഴാണ് ഈമാനാവുള്ളൂ. വെറും വിശ്വാസം പോരാ, സത്യപ്പെടുത്തൽ പോരാ. പിന്നെ യസീദ് ബി തആത്തിർ റഹ്മാൻ, അള്ളാഹ്ക്ക് അനുസരിക്കുന്നതിനനുസരിച്ച് വിധേയപ്പെടുന്നതിനനുസരിച്ച് ഈമാൻ്റെ തോത് കൂടും. വയൻഖുസു ബി മഅസിയത്തി റഹ്മാൻ അല്ലെങ്കിൽ ബി തആത്തി ഷൈത്താന് വഴിപ്പെടുന്നതിനനുസരിച്ച് ഈമാൻ കുറയും ചെയ്യും. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടുക്കൽ ഈമാൻ്റെ താരീഫ്, നിർവചനം. മുർജിയ കക്ഷി എന്ത് ചെയ്യുന്നു? കേവലം മനസ്സിൻ്റെ സത്യപ്പെടുത്തലുണ്ടായാൽ മതി, എന്നാൽ തന്നെ ഈമാൻ തികഞ്ഞു എന്നുള്ളതാണ്, നിറഞ്ഞു എന്നുള്ളതാണ്. അവരെന്ത് ചെയ്തു? അമലിനെ മാറ്റി. ഏതിൽ നിന്ന്? ഈമാനിൽ നിന്ന് അമലിനെ മാറ്റി. അതുകൊണ്ടാണ് അവർക്ക് മുർജിയാക്കൾ എന്ന് പറയുന്നത്, മുർജിയ എന്ന് പറയുന്നത്. അത് ഭയങ്കര അപകടമാണ്. മുർജിയ കക്ഷി ഉണ്ടാക്കിയ ഭയങ്കര പ്രശ്നമാണ്. കാരണം മുർജിയാക്കളുടെ ചിലരുടെ വ്യാഖ്യാന പ്രകാരം പിന്നെ കേവലം കൽബുകൊണ്ട് അള്ളാനെ അറിഞ്ഞാൽ മതി. ചിലരുടെ വ്യാഖ്യാനം കൽബുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറൗനും മൂമിന. കാരണം ഫിറൗൻ പറഞ്ഞില്ലേ മൂസാ നബിനോട്, പിന്നെ യാ ഹാമാനു എന്താ ഇബ്നിലി സർഹ, ഹാമാൻ ഒരു അടുപ്പുണ്ടാക്കാൻ പറയാണ്. എന്തിന്? ഞാൻ മൂസാൻ്റെ ഇലാഹ് ആകാശത്തിന് മുകളിലുണ്ട്, ഞാൻ അവിടെ നിന്ന് കയറി നോക്കട്ടെ എന്നറില്ലേ. ലാലി അത്തലിയു ഇലാഹി മൂസ. ഏതായാലും അതാണ് ഇർജ കേട്ടോ. ഇർജ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക. തുർജി മൻ തശാഉ മിൻഹുൻ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളിൽ നിന്ന്. മിൻഹുൻ എന്ന് പറഞ്ഞാൽ മിൻഹും അവർ പുരുഷന്മാർ, മിൻഹുൻ എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകൾ. അവർ സ്ത്രീകളിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തുർജി താങ്കൾക്ക് മാറ്റി നിർത്താം. വതുവി ഇലൈക മൻ തശാ, വതുവി താങ്കൾക്ക് അടുപ്പിക്കാം. അത് ഈവയിൽ നിന്ന്. അൽ ഈവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിക്കുക, ഇണക്കുക, ചേർക്കുക. വതുവി താങ്കൾക്ക് അടുപ്പിക്കാം, ചേർക്കാം. ഇലൈക താങ്കളിലേക്ക്, മൻ തശ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ. ആരിൽ നിന്ന്? മിൻഹുന്ന അവരിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന്. വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക്. വമൻ യാതൊരുവരെ, ഇബ്തഗൈത താങ്കൾ കാംക്ഷിച്ചു, ആഗ്രഹിച്ചു. ഇബ്തഗ യബ്തഗി എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, കാംക്ഷിച്ചു. ഇബ്തഗൈത താങ്കൾ ആഗ്രഹിച്ചു, കാംക്ഷിച്ചു. മിമ്മൻ അസൽത താങ്കൾ അകറ്റിയവരിൽ നിന്ന്. അസല എന്നാൽ അകറ്റി, മാറ്റി നിർത്തിയതാണ്. താങ്കൾ അകറ്റി നിർത്തിയ, മാറ്റി നിർത്തിയ, മിമ്മൻ യാതൊരു കൂട്ടരിൽ നിന്ന്, മനിബ്തഗൈത താങ്കൾ ആഗ്രഹിച്ച വല്ലവരും ഉണ്ട് എങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ ഷർത്തിയ. അപ്പോൾ മനിബ്തഗൈത മിമ്മൻ അസൽത താങ്കൾ അകറ്റിയവരിൽ നിന്ന് താങ്കൾ ആഗ്രഹിച്ച വല്ലവരുണ്ട് എങ്കിൽ, ഫലാ ജുനാഹ അലൈക് താങ്കൾക്ക് അതിൽ യാതൊരു കുഴപ്പമോ കുറ്റമോ ഇല്ല. ഫലാ ജുനാഹ അലൈക് താങ്കൾക്ക് യാതൊരു ജുനാഹുല, കുറ്റമല്ല, ആക്ഷേപമല്ല. ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നിരപരാം. എന്താ ഇവിടെ വിഷയം? ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്തു? ഈ വാഹിബാത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചു. വാഹിബാത്ത് എന്നാൽ
ഏതെങ്കിലും ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹം കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹ് പറഞ്ഞില്ലേ പിന്നെ വംറഅത മുഅ്മിനതൻ എന്ന് പറഞ്ഞിട്ട് വംറഅത മുഅ്മിനതൻ ഇൻ വഹബത് നഫ്സഹ ലിന്നബി ഇൻ അറാദ നബി അൻ യസ്തൻകിഹഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അലാ തസ്തഹീൽ മർഅ, ഈ പെണ്ണുങ്ങൾക്ക് ലജ്ജല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ലജ്ജല്ലേ എന്ന് ചോദിക്കുകയാണ്. കൈഫ തഹബൽ ഹുറത്തു നഫ്സഹ, ഒരു സ്വതന്ത്ര സ്ത്രീ എങ്ങനെ അങ്ങനെ പിന്നെ എന്ത് ചെയ്യും, നഫ്സിനെ കാണിക്കും. അതൊരു അന്നോട് ചെന്നിട്ട് പറയല്ലേ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, എന്നെ കല്യാണം കഴിക്കാൻ ചോദിക്കല്ലേ. അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിനോട് തന്നെ നേരിട്ട് വന്നിട്ട് വിവാഹം അന്വേഷിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അതാ പറയുന്നത്, സ്ത്രീകൾക്ക് ലജ്ജ എങ്ങനെ, സ്ത്രീകൾക്ക് ഒരു നാണല്ലേ, എങ്ങനെ ഒരു സ്ത്രീ പിന്നെ അങ്ങനെ പറയും എന്ന് പറയാണ് ആയിഷ റളിയല്ലാഹു തആല. ആരുടെ വിഷയത്തിൽ? ഈ വാഹിബാത്തിൻ്റെ വിഷയത്തിൽ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കുന്നത്. തുർജി മൻ തശാഉ മിൻഹുൻ, ഇവരിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് വേണ്ടെന്ന് വെക്കാം. വതുവി ഇലൈക മൻ തശാ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് ഇണയായിട്ട് ചേർത്ത് വെക്കാം. ഇനി വമനിബ്തഗൈത മിമ്മൻ അസൽത, താങ്കൾ മാറ്റി നിർത്തിയവരിൽ നിന്ന് വല്ലവരെയും താങ്കൾ ഇനി ആഗ്രഹിക്കുകയാണെങ്കിലോ ഫലാ ജുനാഹ അലൈക, താങ്കൾക്കതിൽ യാതൊരു കുറ്റവുമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മാ അറ റബ്ബക ഇല്ലാ യുസാരിഉ ഫി ഹവാക്, തിരുദൂതരെ താങ്കളുടെ റബ്ബ് താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേഗം കാണിക്കുന്നവനാണ്. താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് റസൂലുള്ളാഹിക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തിനനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യണം, വേഗം അത് സാധിപ്പിച്ചു കൊടുക്കുന്നവനും നടത്തി കൊടുക്കുന്നവനുമാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല പ്രതികരിച്ചു എന്നാണ് റസൂലുള്ളാഹി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് വേഗത്തിൽ നേടിക്കൊടുക്കുന്നവനാണ് ആര്, അള്ളാഹു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം അതാണ്, ഈ ആയത്തിൻ്റെ വിഷയം അതാണ്. ഈ മിൻഹുന്ന എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ ഉദ്ദേശം? അൽ വാഹിബാത്ത്, വംറഅതൻ മുഅ്മിനതൻ വഹബത് നഫ്സ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് വിവാഹം ആഗ്രഹം പറയാം, തിരുദൂതർ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം പറയാൻ സ്ത്രീകൾക്കന്ന് പിന്നെ അള്ളാഹു അനുവദിച്ച സന്ദർഭത്തിൽ ആ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, എങ്ങനെ സ്ത്രീകൾക്കൊരു നാണം ഉണ്ടാവില്ലേ അവരുടെ വിഷയത്തിൽ പറഞ്ഞു വന്നു, അതിന് ലജ്ജിക്കുന്നില്ല എന്ന് ചോദിച്ചു. എങ്ങനെ അതിന് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വിഷയത്തിൽ അഭിസംബോധന ചെയ്തിട്ടാണ് ഈ വചനം ഇറങ്ങിയത് എന്നുള്ളതാണ്. ഈ വചനം ഇതിൻ്റെ തേട്ടാതിൽ പരിമിതമല്ല. ഭാര്യമാർ ബഹുഭാര്യമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഭാര്യയാണെങ്കിലും ഈ ഇതുണ്ടല്ലോ അൽ ഖിസ്മ, എന്താ അൽ ഖിസ്മ, ഖിസ്മത്ത് എന്താ? ഭാഗിക്കൽ. എന്ത് ഭാഗിക്കൽ? ദിവസങ്ങൾ ഭാഗിക്കണം, ജീവിത ചെലവുകൾ ഭാഗിക്കണം, ഒക്കെ ഭാഗിക്കണം അല്ലേ. ബഹുഭാര്യമാരുണ്ടെങ്കിൽ അത് പിന്നെ കേവലം ഇഷ്ടമുള്ളപ്പോൾ പോയി കിടന്നുറങ്ങുന്ന വിഷയം മാത്രമല്ല, ഖിസ്മത്ത് വാജിബാണ്, നിർബന്ധമാണ്. അപ്പോൾ അതവരുടെ അവകാശമാണ്. അതിന് ഒരു ഭാര്യയാണെങ്കിലും അവകാശമാണ്, ഒരു ഭാര്യ. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീനായിരിക്കെ, ഖലീഫയായിരിക്കെ ഒരു മഹദി വന്നിട്ട് പറയുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന സൗജി യഖൂമുൽ ലൈൽ വയസുമുൻ നഹാർ. അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഭർത്താവ് എന്താ യഖൂമുൽ ലൈൽ, രാത്രി നിസ്കരിക്കും, വയസുമുൻ നഹാർ, പകലിൽ നോമ്പെടുക്കും ചെയ്യും. ആളുകളുടെ സമക്ഷത്തിൽ വന്നിട്ട് ഈ സ്ത്രീ പറയാണ് അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ് അത്തമുറൂനി അൻ അംന സൗജക മിൻ ഖിയാമിൽ ലൈൽ വസിയാമിൻ നഹാർ, ഭർത്താവിന് ഞാൻ ഈ രാത്രി നിസ്കരിക്കുന്നത്
തടയാനും പകൽ നോമ്പെടുക്കുന്നത് തടയാനും നിങ്ങൾ എന്നോട് ഞാൻ കൽപ്പിക്കണമെന്ന് ചോദിക്കുകയാണ്. ഭർത്താവ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യമല്ലേ, അത് ഞാൻ തടയണമെന്ന് ചോദിക്കണം അമീറുൽ മുഅ്മിനീൻ. ആ സ്ത്രീ വേഗം പോയി, കാരണം ഉമറിനോട് മറുത്ത് പറഞ്ഞ് നിൽക്കില്ല, അവർ പോയി. പക്ഷേ പിന്നെ ചില സ്ത്രീകൾ അന്നും ഉമറായിട്ടും അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മറുത്ത് പറഞ്ഞിട്ടുണ്ട് ചിലർ. അതിൽപ്പെട്ടാണ് മഹർ നിയന്ത്രിച്ചപ്പോൾ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞത്. അതേപോലെ ഷാമിലേക്ക് പോയപ്പോൾ അബൂബൈദൻ്റെ ഭാര്യ വല്ലാഹി ലഅഫ്അലന്നകി എന്ന് പറഞ്ഞ് ഉമർ ചെന്നിട്ട് ഷാമിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചടക്കിയതിന് ശേഷം പിന്നെ ഉമർ അതിൻ്റെ ചാവിയൊക്കെ വാങ്ങിയതിന് ശേഷം മസ്ജിദുൽ അഖ്സൻ്റെ എന്നിട്ട് പിന്നെ ഉമർ പറയുന്നുണ്ട് അബൂബൈദയോട്. അബൂബൈദ പറഞ്ഞാൽ ഉമറും അബൂബൈദയൊക്കെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളാണ്, കമാൻഡർ ഇൻ ചീഫാണ് അബൂബൈദ, പ്രമുഖ സഹാബി. ഉമറിനെ സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രധാനി അബൂബൈദ റളിയല്ലാഹു തആല, ഉമറിൻ്റെ ഏറ്റവും ഹൃദയബന്ധമുള്ള മഹാൻ അന്ന്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാം നഹവ ബൈത്തിക്ക്, നിൻ്റെ വീട്ടിനെ ഇറങ്ങി പോകേണ്ടത് അറിയാണ്. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ്റെ വീട്ടിൽ കയറാന്നപ്പോൾ അബൂബൈദക്ക് ഭയങ്കര ഇതായി. വേഗം അദ്ദേഹം ചെയ്യുന്നു ഉമറിനെ സ്വീകരിക്കാൻ വേണ്ടി പോയിട്ട് വീട്ടിൽ ഒരുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉമർ എത്തി. ഉമറിന് കയറാൻ പറഞ്ഞപ്പോൾ കയറാനല്ല, ഭാര്യ എവിടെ വെച്ചാണ്. അപ്പോൾ ഭാര്യനെ വിചാരണ ചെയ്യാനാണ്. ഭാര്യൻ്റെ അടുത്തൊരു പ്രശ്നം തെറ്റ് വന്നത് ഉമർ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ പറയാണ് ലഅഫ്അലന്നകി, ഞാൻ എന്നെ കൈകാര്യം ചെയ്യുന്ന അറിയാണ്, നിന്നെ കാര്യം ചെയ്തില്ലേ കൈകാര്യം ചെയ്യുന്ന അറിയാണ്. അപ്പോൾ സ്ത്രീ പറയുന്നു വല്ലാഹി ലാ തഫ്അൽ, അള്ളയാണ് സത്യം, താങ്കൾക്ക് അതിന് കഴിയൂല എന്നറിയണം ഉമറിനോട്. അപ്പോൾ ഉമർ പറയാണ് ചെയ്യും, അവരെയാണ് നിനക്ക് അങ്ങേക്ക് സാധിക്കൂല എന്ന് പറയാണ്. അവസാനം ആ സ്ത്രീ പറഞ്ഞ ഉമർ, അപ്പോൾ അബൂബൈദ പറയണ അടി കയറിയിട്ട് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ആ സ്ത്രീ പറയാണ് ഭർത്താവിനെ മാറ്റിയിട്ട് വല്ലാഹി ലാ തഫ്അൽ പറയാണ്. അവസാനം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുറ്റം പറയാണ് ഈ സ്ത്രീ പറയാണ് എൻ്റെ ഇസ്ലാം നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കാൻ കഴിയുവെച്ചാണ് അമീറുൽ മുഅ്മിനീനോട്. അപ്പോൾ പറ്റൂല എന്ന് പറയണം. എന്നാൽ പിന്നെ ഇസ്ലാം ഒഴിവാക്കാൻ കഴിയൂല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയണം. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് ഉമർ മടങ്ങുക ചെയ്ത്. അതേപോലെ ചില സംഭവങ്ങളായിട്ട്. പക്ഷേ ഇവിടെ ഈ സ്ത്രീ ഭർത്താവിനെ കുറിച്ച് പറയാണ് ഇങ്ങനെ. അപ്പോൾ ഉമർ പറയണം എൻ്റെ ഭർത്താവ് രാത്രി നിസ്കരിക്കണേ ഞാൻ തടയണം, പകലും നോമ്പെടുക്കണേ തടയണമെന്ന് ചോദിക്കണം. അപ്പോൾ ആ സ്ത്രീ വേഗം പോയി. പിന്നെയും കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഉമറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഇന്ന സൗജി യഖൂമുൽ ലൈൽ വയസൂമുൻ നഹാർ പറയാം, ഭർത്താവ് ഏതുകാലം നോമ്പും നിസ്കാരമാണ്. അപ്പോഴും അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തിന് മനസ്സിലായില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കഅബ് ബിൻ സൂർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കഅബ് ബിൻ സുവർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം പറയാണ് മാ റഅയ്തു കല്യവും ശക്വ അശദ് വല അദ്വ അജ്മൽ, ഇന്ന് കേട്ടതുപോലെ ഒരു സങ്കടം അവതരിപ്പിക്കൽ, ഒരു കേസ് പറയൽ, ഞാൻ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് പറയൽ അവതരിപ്പിക്കൽ ഞാൻ കണ്ടിട്ടില്ല, സങ്കടം ബോധിപ്പിക്കൽ ഇത്ര ഭംഗിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് കഅബ് ബിൻ സൂർ പറയാണ്. അപ്പോൾ ഉമർ ചോദിക്കണത് എന്താണെന്ന് വെച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയണത് അമീറുൽ മുഅ്മിനീൻ ആ പെണ്ണ് പറയണത് നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പറയണത് എന്താ, ഭർത്താവിൻ്റെ കിടപ്പറയിലെ സാന്നിധ്യം അവർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീനോട് ഉമർ പറയാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും പറയാം, നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും പറയാം, ഞാൻ നിങ്ങളെ കേൾക്കും എന്ന് പറയാണ്, ഞാൻ നിങ്ങളെ കേൾക്കും പറയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ഭർത്താവ് കിടപ്പറയിൽ നിങ്ങളെ പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കണം. ഉമർ ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയണ ഇന്നിമ്രഅത്തുൻ ഷാബ, ഞാനൊരു യുവതിയാണ്, അതതബ്ബഉ മാ തതതബ്ബഉ നിസാഉ ഫിൽ ഫിറാഷ്, ഒരു പെണ്ണ് കിടപ്പറയിൽ കട്ടിലിൽ പരതുന്നതെന്തോ അതൊക്കെ ഞാനും അന്വേഷിക്കൂലേ, പക്ഷെ ഭർത്താവ് കിടപ്പറയിലില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്ത് ഉമർ എൻ്റെ ഭർത്താവിനെ അവിടേക്ക് വിളിപ്പിച്ചിട്ട് ഇവർ പറയണത് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ശരിയല്ല ചോദിച്ചാൽ ശരിയാണ്. അപ്പോൾ പിന്നെ ഉമർ കഅബിനോട് പറയാണ്, കഅബ് ബിൻ സുവറിനോട് പറയാണ് ഇഖ്ദി ബൈനഹുമ, ഇവർ രണ്ടാളുടെയും വിഷയത്തിൽ വിധി പറയാണ്. അപ്പോൾ പറയണം അമീറുൽ മുഅ്മിനീൻ അങ്ങിരിക്കാൻ ഞാൻ വിധി പറയാം, അങ്ങാണ് അഹഖ് അൻത അഹഖ്, അമീറുൽ മുഅ്മിനീൻ അഹഖ് അൻ യഖ്ദിയ ബൈനഹുമ പറയാണ്, അമീറുൽ മുഅ്മിനീൻ വിധിക്കാനാണ് യോഗ്യൻ എന്ന് പറയും. അപ്പോൾ ഉമർ പറയാണ് ഞാൻ മനസ്സിലാക്കാത്തതാണ് അങ്ങ് മനസ്സിലാക്കിയത് ഈ സ്ത്രീ ഇത് വന്നപ്പോൾ, അതുകൊണ്ട് താങ്കൾ തന്നെ വിധിക്കണം, അസംതു അലൈക്ക്, വിധിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു. അപ്പോൾ കഅബ് ബിൻ സുവർ പറഞ്ഞ് ഈ മനുഷ്യന് 4 ഭാര്യമാരുള്ളതുപോലെ, 4 ഭാര്യ, ഒരാൾക്ക് 4 ഭാര്യമാരെ വരെ അള്ളാഹ് അനുവദിച്ചാണല്ലോ, 4 ഭാര്യമാരുള്ളതുപോലെ 3 രാവും പകലും
അയാൾക്കുള്ളതാണ്. 4 ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ കിട്ടുമല്ലോ. ആ 3 രാവും പകലും എന്താണ് അവർക്കുള്ളതാണ്. അപ്പോൾ ആ 3 രാവും പകലും അയാൾക്ക് എന്ത് ചെയ്യുക? പകലും നോമ്പെടുക്കുകയും ചെയ്യുക, രാത്രി നിസ്കരിക്കുകയും ചെയ്യുക. പക്ഷെ 4-മത്തെ ദിവസം അത് അവർക്കുള്ളതാണ്. 4-മത്തെ ദിവസത്തിൻ്റെ പകലും രാത്രിയും അവർക്കുള്ളതാണ്. അതുകൊണ്ട് അന്ന് നോമ്പെടുക്കാനും പാടില്ല, നിസ്കരിക്കാനും പാടില്ലതല്ല, അവരെ സമ്മതമല്ലാതെ. അതുകൊണ്ട് അങ്ങനെ വിധിച്ചു എന്നാണ്. ഞാനത് പറഞ്ഞത് എന്തിനാ അങ്ങനെ വിധിച്ചു. ഉമറിന് ഭയങ്കര അത്ഭുതമായി. ഉമർ പറഞ്ഞ ആദ്യം നിങ്ങൾ വളരെ കേസ് മനസ്സിലാക്കിയാലോ, അതിനേക്കാൾ എന്തായി ഉഷാറായി നിങ്ങളുടെ ഈ വിധി. ഞാൻ നിങ്ങളെ കൂഫയിലെ ഖാദിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു മദീനയിൽ നിന്ന് അദ്ദേഹത്തെ ഈ കഅബ് ബിൻ സുവറിനെ കൂഫയിലെ ഗവർണറാക്കി ഖാദിയാക്കിയിട്ട് നിശ്ചയിച്ചു എന്നാണ്. കൂഫയിലെ ഗവർണറാക്കി ഖാദിയാക്കി നിശ്ചയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അന്നത്തെ കാലത്ത് ചില്ലറ മിടുക്ക് പോരാ. കാരണം കൂഫയാണ് ഇറാഖിൽ. ഭയങ്കര മനുഷ്യന്മാരുടെ ലോകമായിരുന്നു അന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടുകൾക്ക് അതിൻ്റെ ഇജ്ജത്ത് നൽകുമാറാവട്ടെ. അതായാലും സാർ ഏതായാലും അദ്ദേഹത്തെ കൂഫയുടെ ഗവർണറാക്കി എന്നുള്ളതാണ് ആ വിധി പ്രസ്താവത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെ, ഓരോ സ്ത്രീ, ഒരു സ്ത്രീയാണെങ്കിലും ഒന്നിലധികം സ്ത്രീയാണെങ്കിലും ഖിസ്മത്ത് അത് നിർബന്ധമാണ്. അപ്പോൾ ഈ വിഷയമാണ് ഇവിടെ പ്രതിപാദ്യം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആയത്തിറങ്ങിയത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ പ്രതികരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇവിടെ ഉദ്ദേശം ഇതാണ്. എല്ലാവർക്കും ബഹുഭാര്യമാരുണ്ടെങ്കിൽ ഖിസ്മത്ത് വാജിബാണ്. ഖിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ഈ രാത്രി ഉണ്ടല്ലോ ജീവിതം, അത് തുല്യ അളവിൽ നൽകണം. അതേപോലെ തന്നെ ജീവിത ചെലവുകൾ തുല്യ അളവിൽ നൽകണം എന്നുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നിർബന്ധ വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, അതിലിളവ് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖിസ്മത്ത് വാജിബല്ല. തുർജി മൻ തശാഉ മിൻഹുൻ, ഭാര്യമാരിൽ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഖിസ്മത്ത് നൽകാതെ മാറ്റി നിർത്താം. വതുവി ഇലൈക മൻ തശാ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ താങ്കൾക്ക് എന്ത് ചെയ്യാം, താങ്കളിലേക്ക് അടുപ്പിച്ച് അവരോടൊത്ത് ജീവിക്കാം. വമനി ബുതഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക. അതല്ലേ ഈ വിഷയം, ഇതും ഉദ്ദേശമാണ്. ഖിസ്മത്തിൻ്റെ വിഷയം ഉദ്ദേശമാണ്. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസ്മത്തിൻ്റെ വിഷയത്തിൽ നിർബന്ധ വിധി ഉണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇളവ് നൽകിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിനേന വന്ന് ഞങ്ങളോട് അനുവാദം ചോദിക്കുമായിരുന്നു. ഭാര്യമാർ സമ്മതിച്ചെങ്കിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോകുമായിരുന്നു, വേറൊരു ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. റസൂലുള്ള എന്നിട്ടും എന്ത് ചെയ്യുന്നു, ഇളവുണ്ടായിട്ടും റസൂൽ എന്ത് ചെയ്യുമായിരുന്നില്ല, ആ ഇളവ് പിന്നെ ഭാര്യമാരുടെ സമ്മതമില്ലാതെ ഉപയോഗപ്പെടുത്തുമായിരുന്നില്ല എന്നുള്ളതാണ്. താബിഈ പണ്ഡിതരിൽ മുആദ അൽ അദവിയ ആയിഷ റളിയല്ലാഹു തആല വളർത്തി വലുതാക്കിയ പിന്നെ മഹദിയാണ്. താബിഈങ്ങളിൽ പ്രസിദ്ധിയാണ് മുആദ അൽ അദവിയ. ആ മഹദി ആയിഷയോട് ചോദിക്കുകയാണ്, റസൂൽ ആയിഷ പറയാണ്, ഞങ്ങളോട് ഇന്നും റസൂൽ എന്ത് ചെയ്യും, അനുവാദം ചോദിക്കും, ഇഷ്ടമുള്ള പോലെ ചെയ്യാം റസൂലുള്ളാഹിക്ക്, അള്ളാഹ് അനുവദിച്ചാണ്. പക്ഷെ എന്നാലും റസൂലുള്ള വന്നിട്ട് എന്ത് ചെയ്യും, സമ്മതം ചോദിക്കുമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വേറൊരു ഭാര്യൻ്റെ അടുക്കലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഭാര്യയുടെ ദിവസമാണ് ആ ദിവസം ആർക്കാണ് അവരോട് വന്നിട്ട് അനുവാദം ചോദിക്കും. അപ്പം മുആദ ആയിഷയോട് പറയാണ്, നിങ്ങളെന്തായിരുന്നു റസൂലുള്ള നിങ്ങളോട് സമ്മതം ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നതെന്ന്, നിങ്ങളെന്തായിരുന്നു റസൂലുള്ള സമ്മതം ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ആയിഷ പറയാണ്, എനിക്ക് സ്വാതന്ത്ര്യമുള്ള വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായിട്ടൊരു വിഷയമാണെങ്കിൽ ഓക്കെ, എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട നിലക്കാണ് ചോദ്യമെങ്കിൽ ആയിഷ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ടാണ് അനുവാദം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ലാ ഊസിറു അലൈക അഹദൻ അബദ, അങ്ങയെ പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്കും പ്രാധാന്യം കൽപ്പിക്കില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ അടുത്ത് തന്നെ വേണം എന്ന് ഞാൻ പറയുമായിരുന്നു എന്നാണ് മുആദയോട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതെന്നാണ്. അപ്പോൾ ഈ ആയത്ത് 2 വിഷയമാണ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് വാഹിബാത്തിൻ്റെ വിഷയം, അവരിൽ വേണ്ടവർ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാം, അടുപ്പിക്കാം, സ്വീകരിക്കാം, ഇണയാക്കി വെക്കാം. റസൂലുള്ള ഉദ്ദേശിക്കുന്നവർ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാം, വേണ്ടെന്ന് വെക്കാം. ഇനി വേണ്ടെന്ന് വെച്ചവരെ വീണ്ടും ആഗ്രഹിക്കുകയാണെങ്കിൽ അതിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇതോടൊപ്പം ഈ ആയത്തിൽ പറയുന്നത് ഖിസ്മത്തിൻ്റെ വിഷയമാണ്. പ്രത്യേകിച്ച് രാത്രി പങ്കിടുന്ന വിഷയത്തിൽ അത് നിർബന്ധ വിധിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അതിൽ ഇളവ് നൽകി.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് നൽകിയിട്ട് എന്ത് ചെയ്യുമായിരുന്നില്ല, താൻ തൻ്റെ പൗരുഷം അല്ലെങ്കിൽ താൻ ഭർത്താവ് എന്നുള്ള ആ ഒരു അവകാശം ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് പെരുമാറുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ഭാര്യമാരോട് അനുവാദം ചോദിക്കുമായിരുന്നു, സമ്മതം തേടുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉന്നതമായ വ്യക്തിത്വം, പെരുമാറ്റം, അതാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പത്തെ ആയത്തിൽ എന്ത് ചെയ്തു, 4 വിഭാഗം സ്ത്രീകൾ എന്ത് ചെയ്തു, റസൂലുള്ളാഹിക്ക് വിവാഹം കഴിച്ച് നിലനിർത്താൻ അനുവാദം നൽകിയല്ലോ, അവരിൽ ഉദ്ദേശിക്കുന്നവരെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരിൽ ഉദ്ദേശിക്കുന്നവരെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തലാഖിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ശരിയായി വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത. അതാണ് ശരി. മനസ്സിലായോ? അതിൽ തുടർച്ചയിൽ ذَلِكَ أَدْنَىٰ أَن تَقَرَّ أَعْيُنُهُنَّ وَلَا يَحْزَنَّ وَيَرْضَيْنَ بِمَا آتَيْتَهُنَّ كُلُّهُنَّ. ذَلِكَ أَدْنَىٰ, ذَلِكَ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇർജാവും ഈ ഈവാവും, ഇർജ എന്ന് പറഞ്ഞാൽ പിന്നെ അകറ്റി നിർത്തൽ, ഈവ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തൽ. അത് അതിന എന്ന് പറഞ്ഞാൽ അക്രബ്, ഏറ്റവും അടുത്തത്, ഏറ്റവും അടുത്തതാകുന്നു, ഏറ്റവും കരണീയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉദ്ദേശം. അൻ തഖറ അയുനുഹുന്ന, ആ സ്ത്രീകളുടെ കണ്ണുകൾ കുളിർക്കുവാൻ, അയുനുഹുൻ അവരുടെ കണ്ണുകൾ കുളിർക്കുവാൻ. വലാ യഹ്സൻ അവർ ദുഃഖിക്കാതിരിക്കുവാനും, വലാ യഹ്സന്ന അവർ ആ സ്ത്രീകൾ അവർ ദുഃഖിക്കാതിരിക്കുവാനും. വയർദൈന അവർ തൃപ്തിപ്പെടാനും. ബിമാ ആതൈതഹുന്ന കുല്ലുഹുൻ അവർ തൃപ്തിപ്പെടാനും, അവർ സ്ത്രീകൾ എന്തുകൊണ്ട് തൃപ്തിപ്പെടാൻ? ബിമാ ആതൈതഹുൻ താങ്കൾ അവർക്ക് നൽകിയതിൽ, അവർക്ക് നൽകിയതിൽ. ആതൈത താങ്കൾ നൽകി, ആതൈതഹുൻ ആ സ്ത്രീകൾ താങ്കൾ നൽകി. മാ ആതൈതഹുൻ താങ്കൾ ആ സ്ത്രീകൾക്ക് നൽകിയ യാതൊന്ന്, അതിൽ അവർ തൃപ്തിപ്പെടാനും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുല്ലുഹുൻ എല്ലാ സ്ത്രീകളും, ഈ പറയപ്പെട്ട എല്ലാ സ്ത്രീകളും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു ഇളവ് സ്വാതന്ത്ര്യം വകവെച്ചു. എന്നിട്ട് അതിനെ പുരസ്കരിച്ച് പറയാണ് ദാലിക ഈ നിലപാട് പറഞ്ഞാൽ ഇർജാവും അതേപോലെ തന്നെ ഈവാവും, ഈ നിലപാട് അതാണ് അതിന ഏറ്റവും കരണീയം, അർഹം, യോജിച്ചത്, ചേർന്നത്. അൻ തഖറ അയ്യുനുഹുൻ ഈ സ്ത്രീകളുടെ കൺകുളിർന്നുള്ള ഒരു ജീവിതം അവർക്കുണ്ടാകാൻ. വലാ യഹ്സൻ അവർ ദുഃഖിക്കാതിരിക്കാനും വിഷമിക്കാതിരിക്കാനും. വയർദൈന ബിമാ ആതൈതഹുന്ന കുല്ലുഹുൻ അവരെല്ലാവർക്കും താങ്കൾ നൽകിയതിൽ അവർ തൃപ്തിപ്പെടാനും ഏറ്റവും കരണീയമായത് ഈ നിലപാടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ ഫീ ഖുലൂബിക്കും നിങ്ങളുടെ കൽബകങ്ങളിലുള്ളതിനെ അറിയുന്നു. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും വകാന അല്ലാഹു അലീമൻ ഹലീമ. ഇവിടെ എന്താ ഇപ്പം ഈ പറഞ്ഞ വിഷയം? അവർ സ്ത്രീകളുടെ കൺകുളിർക്കുവാൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ, താങ്കൾ നൽകിയതിൽ അവർ പ്രീതിപ്പെടാൻ എന്ന് പറഞ്ഞേ. അതിൽ ദാലിക അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ബോധന പ്രകാരം, വഹയ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഇർജായ് ചെയ്യുന്നത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഈവാവും ചെയ്യുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരമാണ് ആര് ഇർജായ് ചെയ്തോ അവരെന്ത് ചെയ്യണത്? വീണ്ടും ഈവായ് ചെയ്യണത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഈ ഒരു പെരുമാറ്റ മര്യാദ സ്ത്രീകളുടെ നേരെ, വിശിഷ്യ ഭാര്യമാരായി സ്വീകരിച്ചവരുടെ നേരെ അല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഈ ഖിസ്മത്തിൻ്റെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ 2 വിഭാഗം ഉണ്ടായിരുന്നു. 2 വിഭാഗം. അതിലൊരു കൂട്ടർ ഉമ്മു സലമ, പിന്നെ ഉമ്മു ഹബീബ, പിന്നെ ജുവൈരിയ, സഫിയ, മൈമൂന, ഇങ്ങനെ ഇവർ ഒരു വിഭാഗവും, പിന്നെ ആയിഷ, ഹഫ്സ,
ഇല്ല ഖദീജ റളിയല്ലാഹു ഇല്ല, ഇവിടെ ഇല്ല, മക്കത്ത് മരണപ്പെട്ടു പോയില്ലേ. സൈനബ് മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ ഗണത്തിൽ, സൈനബ് റളിയല്ലാഹു ഈ ഗണത്തിൽ. പിന്നെ ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, സൗദ ബിന്ത് സമ്മ ആ ഗണത്തിലാണ്. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ. പിന്നെ 2 ടീമേനി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖിസ്മത്തിൻ്റെ വിഷയത്തിലുണ്ടല്ലോ, അതിൽ പിന്നെ സങ്കടപ്പെട്ട് വന്നവർ ആയിരുന്നു ഈ ഞാൻ ആദ്യം പറഞ്ഞവർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സങ്കടപ്പെട്ട് വന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, പിന്നെ ഭാര്യമാരിൽ, വിശിഷ്യ ഭാര്യമാരിലുണ്ടല്ലോ, അവരിൽ ഇഷ്ടമുള്ളവരെ എന്ത് ചെയ്യാം, ഖിസ്മത്ത് ഉണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് രാത്രി പങ്കിടുന്ന വിഷയത്തിൽ റസൂലുള്ളാഹിക്ക് ഇളവ് നൽകി. നിർബന്ധ ബാധ്യതയല്ല എന്നുള്ള ഒരു ഇളവ് നൽകിയപ്പോൾ 2 ടീമാണ്, ഭാര്യമാർ 2 ടീമാണ്. ആയിഷയും ഹഫ്സയും സൗദയും റളിയല്ലാഹു അൻഹുന്ന, ഈ അവർ ഉൾക്കൊള്ളുന്ന ടീമും മറ്റൊരു ടീമും. അപ്പോൾ ഈ ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇത് ആർക്ക് നേരെ ഉണ്ടാവുക, സൈനബ് ബിന്ത് ജഹ്ഷ് ഉൾപ്പെടെയുള്ള ആ ടീമിന്, ജുവൈരിയ ഇങ്ങനെയുള്ള അവർക്ക് നേരെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, ശാസ്ത്രമാതങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു, ഉദ്ദേശത്തിന് വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലാരാ ഉൾപ്പെടുക, ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഭാര്യമാരാണ് ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞില്ല, വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത, താങ്കൾ അകറ്റി നിർത്തിയവരെ വീണ്ടും ചേർത്ത് നിർത്തുകയാണ് എങ്കിൽ ഫലാ ജുനാഹ അലൈക്. എന്നിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ അകറ്റി നിർത്തിയവരെ ചേർത്ത് നിർത്തുകയാണ് എങ്കിൽ ദാലിക, അത് അതിനാൻ തഖറ അയുനുഹുൻ വല യഹ്സൻ വയർദൈന ബിമാ ആതൈതഹുന്ന കുല്ലുഹുൻ എന്ന് പറയുന്നത്. അവരുടെ കൂടി കൺകുളിർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, പിന്നെ മനുഷ്യ സഹജമാണ്. ഇങ്ങോട്ടുള്ള വർത്തനത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പിന്നെ ചില കുടുംബജീവിതം അതിൻ്റെ ചില പശ്ചാത്തലത്തിൽ ഈ അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹിനോട് റസൂലുള്ളാഹി ദുആ ഇറക്കാറുണ്ട്, അള്ളാഹുവേ ഞാൻ ഉടമപ്പെടുത്തുന്നത് ഞാൻ കൃത്യമായിട്ട് നൽകും, പക്ഷേ ഞാൻ ഉടമപ്പെടുത്താത്ത നീ ഉടമപ്പെടുത്തുന്ന വിഷയം അതിൽ നീ എന്നെ പിടികൂടരുതേ എന്ന് പറയും. എന്താ നീ ഉടമപ്പെടുത്തുന്ന ഞാൻ ഉടമപ്പെടുത്താത്ത വിഷയം? മനസ്സിൻ്റെ ഇതാണ്, മനസ്സിൻ്റെ ഇഷ്ടവും ആഗ്രഹവുമാണ്. അത് വീതിക്കാൻ പറ്റുമോ? ദിവസം വീതിക്കാൻ പറ്റും അല്ലേ, ചെലവുകൾ വീതിക്കാൻ പറ്റും. പക്ഷേ ഒരാളോടുള്ള അനുരാഗവും പിന്നെ സ്നേഹവും അതങ്ങനെ വീതിക്കുക കൃത്യമായിട്ട് അത് കഴിയില്ല. അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്, മനുഷ്യ സഹജമായിട്ട് മനുഷ്യന് കഴിയുന്ന വിഷയമല്ല. അതുകൊണ്ട് തന്നെ അത് പകുത്ത് നൽകുക എന്നുള്ളത് ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് റസൂൽ എപ്പോഴും എന്ത് ചെയ്യും, അള്ളാഹിനോട് പൊറുക്കലിനെ തേടുമായിരുന്നു ആ വിഷയത്തിൽ എന്നുള്ളതാണ്, മാപ്പ് ചോദിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഭാര്യമാർ ഇങ്ങനെ ഒരു 2 പിന്നെ കൂട്ടരുണ്ടായിരുന്നു. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്യും, ചില വിഷയങ്ങളൊക്കെ വന്ന് സംസാരിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തി ഉറങ്ങുന്നത്, അന്നാണ് ആളുകൾ എന്ത് ചെയ്യുക, ഗിഫ്റ്റ് കൊണ്ടുവരിക. ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അത് ആളുകളുടെ വിഷയമാണ്. അപ്പോൾ പറയാറുണ്ട്, റസൂലെ നിങ്ങൾ ആയിഷയുടെ അടുക്കൽ അന്തി ഉറങ്ങുമ്പോൾ ആളുകൾ കൊണ്ടുവരുന്നത് അതെന്താ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ പിന്നെ കൊണ്ടുവരാത്തെന്നുള്ള രീതിയിൽ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തരുത്. മലക്ക് ജിബ്രീൽ വരെ മാന ഇറങ്ങുന്നത് ഞാൻ ആയിഷയോടൊപ്പം അലൈഹി വസല്ലം ഒരു പുതപ്പിന് ഇടയിൽ കിടക്കുന്ന സമയത്താണ്, അവരോടൊപ്പം കിടപ്പറയിൽ ഉണ്ടാകുമ്പോഴാണ് വഹി വരെ ഇറങ്ങാറുണ്ട്, മലക്ക് ജിബ്രീൽ വരെ മാന ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് അല്ലേ. ഈ കംപ്ലൈൻറ്റ് കൊണ്ടുവരുന്ന ആളുകൾ പലരും ഈ വിഷയത്തിൽ പിന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്തിരുന്നത് ഈ ഭാര്യമാരാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തുർജി മൻ തശാ മിൻഹുൻ വതുവി ഇലൈക മൻ തശാ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഇർജാ ആരെ നടത്തും, ഈവാ ആരെ നടത്തും, വ്യക്തമാണ് അല്ലേ. ഈ ഒരു വിഷയം കാരണത്താൽ
ഈ ഒരു ഭൗതിക സാഹചര്യം കാരണത്താൽ, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന വികാരങ്ങൾ കാരണത്താൽ ആർക്കും നേരെ എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് വമനി ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക്കും എന്ന് പറയുമ്പോൾ എന്താണ്, ഇവരെ കൂടി നിങ്ങൾ ഈവാഗ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നല്ല പറയണത്. എന്നിട്ടല്ല പറയുന്നത് ദാലിക അത് അൻതഖറഅയുനുഹും. രണ്ടാമത്തെ ടീമുണ്ടല്ല, അവരുൾപ്പെടെ അവരുടെ കൂടി കൺകുളിർക്കാനാണ്, അവർ ദുഃഖിക്കാതിരിക്കാനാണ് താങ്കൾ നൽകിയ വിഷയമുണ്ടല്ലോ, രാത്രി പങ്കിടലാവട്ടെ, താങ്കൾ പിന്നെ ചിലവുകളാകട്ടെ, ഇതൊക്കെ ഉണ്ടല്ലോ താങ്കൾ നൽകിയത്, അതിൽ അവർ തൃപ്തിപ്പെടാനുമാണ് എന്ന് അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. മനസ്സിലായോ? ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ ഈ ആയത്തിൻ്റെ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും വകാന അല്ലാഹു അലീമൻ ഹലീമ. നമ്മൾ പറഞ്ഞ ദാലിക അദ്നാ അൻ തഖറ അയുനുഹുന്ന വലാ യഹ്സന്ന വയർദൈന ബിമാ ആതൈതഹുന്ന കുല്ലുഹുൻ വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും വകാന അല്ലാഹു അലീമൻ ഹലീമ. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തുകൾ, ഇതിൻ്റെ അവതീർണത്തിൻ്റെ ആ പശ്ചാത്തലം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്കൊരു ജീവിത സഖിയെ സ്വീകരിച്ചു എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു, അന്യായമായി ആക്രമിക്കപ്പെട്ടു, വിമർശിക്കപ്പെട്ടു. സൈനബ് റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാനാണ്. റിസാലത്തിനും നുബുവത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല ഏറെ പിന്നെ അനുഗ്രഹങ്ങൾ കനിഞ്ഞ മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ നൽകിയിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു ജീവിത സഖിയെ സ്വീകരിച്ചപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും നിരൂപിക്കുകയും ചെയ്ത ആ ഒരു മദീനയുടെ സാഹചര്യം അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിത സഖികളാക്കാൻ അനുവദിച്ചവർ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അള്ളാഹു എന്ത് ചെയ്യാണ്? ആ കപട വിശ്വാസികളോട് എന്ത് ചെയ്യണം? പ്രതികരിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടതായി വിശുദ്ധ ഭാഗങ്ങൾ പറയുന്നത്. കാരണം ഒരു വിവാഹത്തിൻ്റെ വിഷയത്തിൽ അതെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്യണം? അന്നത്തെ കാലത്ത് അറബികളുടെ അന്നത്തെ സാഹചര്യത്തിൽ അവരെ യഥേഷ്ടം കല്യാണം കഴിക്കുന്നവരാണ്. സ്ത്രീകളോട് യഥേഷ്ടം പിന്നെ പെരുമാറുന്നവരാണ്. ഒരിക്കൽ അവർ സ്ത്രീകളെ അടിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് രൂക്ഷമായിട്ട് വിലക്കിയപ്പോൾ എന്ത് ചെയ്തു? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു കംപ്ലൈൻറ്റ് വന്ന്, പിന്നെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പ്രകൃതം പുരുഷന്മാരോട് വളരെ മോശമായിട്ട് വരികയാണ്, നിങ്ങൾ ഇത് വിലക്കിയതിനാൽ എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സമ്മതിക്കുന്നുണ്ട്. ആ ഹദീസിൽ കാണാം 70 കേസുകൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി 70 കേസുകൾ വന്നു എന്നാണ് സ്ത്രീകളെ ദ്രോഹിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ പുലർച്ചയിൽ ഇടപെട്ട് പറഞ്ഞു, ഇന്ന് 70 കേസുകളാണ് ആ വിഷയത്തിൽ എൻ്റെ അടുക്കൽ വന്നിട്ടുള്ളത്, ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവർ മാന്യരല്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ വിവാഹം കഴിച്ചതിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഓൾക്ക് ഈ കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും ആകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പാടില്ല എന്ന രീതിയിലുള്ള അവരുടെ വർത്തനാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ശക്തമായിട്ട് ഇടപെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താകാം അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. റസൂലായി അയച്ചതാരാണ്? അള്ളാഹല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന സ്ത്രീകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദനീയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സവിസ്തരം പറഞ്ഞ് ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താകാം അതും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ് എന്താകാം? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അള്ളാഹിൻ്റെ വഹയി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വർത്തനവും അതുകൊണ്ട് അതും പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്ത്രീകളുടെ വിവാഹം കഴിക്കാനുള്ള സ്ത്രീകളുടെ ഗണം ഇത്ര വിശദമായി നൽകിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യില്ല? തനിക്കുള്ള സ്വാതന്ത്ര്യം അതിലൊന്നും ഉപയോഗപ്പെടുത്തിയില്ല. ഒരു സ്ത്രീയും കല്യാണം കഴിച്ചില്ല. പിന്നെ കല്യാണം കഴിച്ച സ്ത്രീകളോട് തുർജി മൻ തശാ മിൻഹുൻ വതുവി ഇലൈക മൻ തശാ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇളവ് നൽകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല? അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അകറ്റി നിർത്താൻ
അർഹരായ അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രമാതങ്ങളൊക്കെ അതിന് അവസരം ഉണ്ടായിരുന്ന സ്ത്രീകളുണ്ട്. അവരെ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അടുപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് പോലും പിന്നെ റസൂലുള്ളാഹിയുടെ ഭാര്യമാർക്ക് തുല്യമായിട്ട് തന്നെ റസൂൽ എന്ത് ചെയ്തത് രാവുകളെ പങ്കിട്ടത്, ജീവിത ചെലവുകളെ പങ്കിട്ടത്. സൗദ ബിൻത് സമ്മ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. സൗദ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിച്ചു, പ്രവാചകരെ, നിങ്ങളുടെ പത്നിമാരുടെ കൂടെ എനിക്ക് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കണം. അതുകൊണ്ട് നിങ്ങളെന്നെ വിവാഹമോചനം നടത്തരുത്. പിന്നെ പക്ഷേ എനിക്ക് എൻ്റെ രാവ് അത് ഞാൻ എന്ത് ചെയ്യണം, ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് നൽകുകയാണെന്ന് പറഞ്ഞത് ചെയ്തു. അവർ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വയസ്സായി ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ രാവ് പങ്കിടുന്ന വിഷയത്തിൽ അവർ പറഞ്ഞത് പ്രകാരം റസൂലുള്ളാഹി ആ രാവിനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത്. എന്ന് വെച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊത്ത് തനിച്ച് താമസിച്ച എത്ര വർഷം റസൂലുള്ളാഹി ഖദീജയോടൊത്ത് പാർത്ത്? 25 വർഷം. നബിയാകുമ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് 15 കൊല്ലമായി. 15 കൊല്ലമായി. പിന്നെ 10 വർഷം കൂടി ഖദീജ റളിയല്ലാഹു ജീവിച്ചിട്ട് 25 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുരുഷായുസിൻ്റെ ഏറ്റവും ശേഷിയിൽ, ശേമുഷിയിൽ, ഏറ്റവും കരുത്തിൽ, യൗവനത്തിൻ്റെ നിറവിൽ, തികവിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ മാത്രമേ റസൂലുള്ളാഹിൻ്റെ ഭാര്യ. മനസ്സിലെ 50-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു പിന്നെ ഖദീജ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം സൗദയെ കല്യാണം കഴിക്കുന്നത്. സൗദയുടെ രണ്ടാമത് കല്യാണം കഴിക്കും. സൗദ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രായ കൂടുതലായിരുന്നു. ആ പ്രായ കൂടുതലുള്ള മഹദിയെ കല്യാണം കഴിക്കാൻ അവർ വിധവയാണ്. സുക്രാൻ ഇബ്നു അംർ അൽ ആമിരി റളിയല്ലാഹുവിൻ്റെ വിധവയാണ്. സുക്രാൻ മരണപ്പെട്ടു. ഹബശ ഹിജ്റയ്ക്ക് ശേഷം മടങ്ങി വരികയാണ്. ആ ഹിജ്റയുടെ ത്യാഗവും പരീക്ഷണവും വേദനയും പ്രയാസവും ഒപ്പം ഭർത്താവിൻ്റെ മരണവും. അപ്പോൾ സൗദ റളിയല്ലാഹു തആല അൻഹ റസൂൽ ഏറ്റെടുക്കുമായിരുന്നു. ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കാരണം ഒന്ന്, ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോൾ വീട്ടിൽ പറക്കം പറ്റാത്ത മക്കളാണ്, ചെറിയ മക്കളാണ്. അതുകൊണ്ടാണ് പിന്നെ ഖൗല ബിൻത് ഹുകൈം എന്നിട്ട് പറയുന്നത് പിന്നെ റസൂലുള്ളാഹിനോട് പിന്നെ തനിച്ചായില്ലേ എന്നുള്ള വിഷയം പറയുമ്പോൾ കുട്ടികളുടെ ഉമ്മ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, സങ്കടം പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ സൗദ റളിയല്ലാഹു തആല അൻഹ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയോടൊപ്പം 25 വർഷം ജീവിച്ചു. ഖദീജ അല്ലാതെ വേറൊരു ഭാര്യയെ റസൂലുള്ളാഹി സ്വീകരിച്ചില്ല. പിന്നെ റസൂലുള്ളാഹിനോട് തനിച്ച് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയതായിരിക്കാം തനിച്ച് ഈ സൗദ റളിയല്ലാഹു തആല അൻഹക്ക് 3 വർഷം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടുതൽ സമയം മറ്റൊരു ഭാര്യയ്ക്കും കിട്ടിയിട്ടില്ല. ഖദീജ കഴിഞ്ഞാൽ മറ്റൊരു ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പോലും കിട്ടിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സൗദ ഉണ്ട്. അപ്പോൾ ആയിഷയും സൗദയും അല്ലേ. പിന്നെ ഹഫ്സ വന്നു, ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ വന്നു, പിന്നെ സൈനബ് ബിൻത് ഹുസൈമ വന്നു, സൈനബ് ബിൻത് ജഹ്ഷു വന്നു. ഇവരൊക്കെ വന്നില്ലേ. അവരൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ രാവുകൾ തുല്യാക്കേണ്ടി വന്നില്ലേ. പക്ഷേ ഖദീജ റളിയല്ലാഹു കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി ജീവിച്ചത് ആരോടൊപ്പമാണ്? തനിച്ച് സൗദ റളിയല്ലാഹു തആല അൻഹയോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവർ വൃദ്ധയായിരുന്നു. അതുകൊണ്ട് അവർ പിന്നെ പറഞ്ഞു റസൂലുള്ളാഹിൻ്റെ കൂടെ അന്തിക്ക് താമസിക്കേണ്ട പിന്നെ അവസ്ഥ എനിക്കില്ല. അതുകൊണ്ട് ആ രാവ് ഞാൻ ആയിഷക്ക് നൽകുകയാണെന്ന് പറയേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾ ഉപയോഗപ്പെടുത്തിയില്ല. കൃത്യമായിട്ട് ഭാര്യമാരോടൊത്ത് റസൂലുള്ളാഹി അവർക്കുള്ള അവകാശം നൽകി ജീവിച്ചു എന്നുള്ളതാണ്. പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈൻ ഇല്ലഖ്താറ ഐസറഹുമ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖീർ നൽകിയിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ റസൂൽ ഏറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. ഏറ്റവും ഏതൊരു വിഷയത്തിലും അള്ളാഹു തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ റസൂൽ എന്ത് ചെയ്യും? ഏറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുമായിരുന്നു. ഇത് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണ്, റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. റസൂലുള്ളാഹിൻ്റെ ശീലം എന്താണ്? 2 കാര്യം തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് എവിടെ ചെയ്തിട്ടില്ല? ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വാർത്ഥതയെ ബലി കഴിച്ച് പിന്നെ തൻ്റെ ഭാര്യമാരുടെ ഇഷ്ടം അതാണ് ഇവിടെ എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിപ്പിച്ചത്. എന്നിട്ട് ഉണ്ടല്ലോ, ഇതൊക്കെ എത്ര സുന്ദരമായ മാതൃകകളാണ്. ഈ മാതൃകകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ എന്ത് ചെയ്യണത്? ദുരുപയോഗം ചെയ്ത്
എമുക്കളും അതേപോലെ തന്നെ ഈ യുക്തി രഹിത ചിന്താഗതിക്കാരും പറഞ്ഞു നടക്കുന്നത് എന്നുള്ളതാണ് അതിലൊരു സങ്കടം. സൂറത്ത് അഹ്സാബ് ഉണ്ടല്ലോ, അഹ്സാബിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതാണ് സൂറത്ത് അഹ്സാബിൻ്റെ തുടക്കം മുതലേ നമ്മൾ വായിക്കണില്ലേ, ദത്തുപുത്ര സമ്പ്രദായമല്ല, ദത്തുപുത്രൻ്റെ ഭാര്യനെ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ ഉള്ള ആ വിഷയങ്ങളൊക്കെ പറയാൻ കാരണം ഇതാണ്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു സൈനബിനെ വിവാഹമോചനം നടത്തിയതിന് ശേഷം റസൂൽ വിവാഹം കഴിച്ചതിലുള്ള ആഘോഷമായിരുന്നു അവിടെ മദീനയിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിലാണ് ഈ ഇതൊക്കെ നിസ്ലാസൽ മതങ്ങൾക്കുള്ള ആ ഒരു അള്ളാഹിൻ്റെ അടുക്കലുള്ള സ്ഥാനം, നിസ്ലാസൽ മതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചത്. അതൊക്കെയാണ് ഇതിൽ നിയാലിക്കുന്ന വിഷയം. തൈ വല്ലാഹു യഅലമു മാ ഫീ ഖുലൂബിക്കും, എന്താ അള്ളാഹു അറിയുന്നു മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബുകളിലുള്ളതെല്ലാം, നിങ്ങളുടെ കൽബിലുള്ളതെല്ലാം. ഇവിടൊക്കെ അവർ 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 എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്നാണ് പറയുന്നത്. അതെ, ഇതാണെങ്കിൽ ഫി കുലൂബിക്കുന്ന എന്നല്ല, നിങ്ങൾ സ്ത്രീകളുടെ കൽബാങ്ങളിലുള്ളത് എന്നല്ല, പിന്നെ ഫി കുലൂബിക്കും എന്നാണ്. കാരണം എന്താ, ഇവിടെ സ്ത്രീകളുമുണ്ട് പുരുഷനുമുണ്ട്, സ്ത്രീകളുമുണ്ട് പുരുഷനുമുണ്ട്. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയുള്ള അഭിസംബോധനയാണിത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇത് ഒരു പിന്നെ അള്ളാഹു അറിയുന്നു എന്നുള്ള ഒരു ബോധനം മാത്രമല്ല, പിന്നെയോ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമാറ്റങ്ങൾ മാതൃകാപരമായിരിക്കണം, അതിൽ അന്യായം പാടുള്ളതല്ല തുടങ്ങിയ ഒരു ബോധനയിലുണ്ട്. പ്രത്യേകിച്ച് ഈ ബഹുഭാര്യമാരുണ്ട് എങ്കിൽ അല്ല, സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. സ്ത്രീകൾക്ക് സഹകളത്രയോടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സ്വാഭാവികമാണ്. അത് ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ് തഖ്സീമിൻ്റെ വിഷയം. പിന്നെ ഒന്ന്, മറ്റേ ഭാര്യൻ്റെ പ്രീതിയും അനുവാദവും ചോദിച്ചിരിക്കണം മാത്രമല്ല, പിന്നെ ഇവിടെ എത്ര കൊടുത്തത്ര അത് നിർബന്ധമാണ്, അനുവാദം ഉണ്ടായിരിക്കണം. മാത്രമല്ല പിന്നെ ഇതിന് ഇവിടെ കൊടുത്തതെന്തോ അത് പിന്നെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാവണം, പാരസ്പര്യം. അത് ബിലാശക്ക് നീതി പാലിക്കൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ ഇത് അടുത്ത ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാം. വക്കാന അല്ലാഹു അലീമൻ ഹലീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു, അള്ളാഹു ഹലീമുമാകുന്നു, ഹിൽമുള്ളവനാകുന്നു, അവധാനതയും സാവകാശവും ഉള്ളവനാകുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഒരു പൊരുൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ്.